ഇന്നത്തെ ടോപ്പിക് ജെൻഡർ അഥവാ ലിംഗഭേദം. എന്താണ് ജെൻഡർ? ഒരു നൗണിനെയോ പ്രൊനൗണിനെയോ ആൺ പെൺ എന്ന് വേർതിരിക്കുന്നതിനെയാണ് ജെൻഡർ എന്ന് പറയുന്നത്. 4 തരത്തിലുള്ള ജെൻഡർ ഉണ്ട്. മാസ്കുലൈൻ ജെൻഡർ, ഫെമിനൈൻ ജെൻഡർ, ന്യൂട്രൽ ജെൻഡർ, കോമൺ ജെൻഡർ. ഇതിൽ മാസ്കുലൈൻ ജെൻഡർ എന്ന് പറയുന്നത് പുല്ലിംഗം അഥവാ ആൺവർഗത്തെ സൂചിപ്പിക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായി മാൻ, ബോയ്, അങ്കിൾ. പെൺവർഗത്തെ സൂചിപ്പിക്കുന്നതാണ് ഫെമിനൈൻ ജെൻഡർ. ഉദാഹരണമായിട്ട് വിമൻ, ഗേൾ. ആണിനെയും പെണ്ണിനെയും വേർതിരിക്കാനാവാത്ത വസ്തുക്കളെ ആണ് ന്യൂട്രൽ ജെൻഡർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബുക്ക്, പെൻ, റോക്ക് എക്സെട്ര. അടുത്തത് കോമൺ ജെൻഡർ. ചില വാക്കുകൾ അല്ലെങ്കിൽ ചില പേരുകൾ പുല്ലിംഗമായും സ്ത്രീലിംഗമായും ഉപയോഗിക്കാറുണ്ട്. അത്തരം പേരുകളെയാണ് കോമൺ ജെൻഡർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പാരന്റ്, ടീച്ചർ, സ്റ്റുഡൻസ്. ഇവയിൽ പാരന്റ് എന്ന് പറയുന്നത് ആണും ഉണ്ട് പെണ്ണും ഉണ്ട്. ടീച്ചർ എന്ന് പറയുന്നത് അതിനകത്ത് ആണും പെണ്ണും ഉണ്ട്. സ്റ്റുഡൻസിനകത്ത് ആണും വരുന്നുണ്ട് പെണ്ണും വരുന്നുണ്ട്. സോ ദാറ്റ് ജെൻഡർ ഈസ് കോൾഡ് കോമൺ ജെൻഡർ. അടുത്തത് ഫോർമേഷൻ ഓഫ് പ്ലൂറൽസ്. സാധാരണയായി പ്ലൂറൽ ഫോം ഉണ്ടാക്കാൻ നൗണിനോടൊപ്പം എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കുന്നു. ഇവിടെ എക്സാമ്പിളായിട്ട് സീഡ്, സീഡ്സ്, ടോർച്ച്, ടോർച്ചസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്തത് വൈയിൽ അവസാനിക്കുകയും അതിനു മുന്നിൽ ഒരു കോൺസണന്റ് സൗണ്ട് വരികയും ചെയ്താൽ അത്തരം നൗൺസിന് പ്ലൂറൽ ഫോം ഉണ്ടാക്കാൻ വൈ എന്ന് മാറ്റി IES ചേർത്താൽ മതിയാകും. ഇവിടെ എക്സാമ്പിളായിട്ട് ആർമി, ആർമീസ് കൊടുത്തിട്ടുണ്ട്. ആർമി എന്ന് പറഞ്ഞ ആ നൗൺ അവസാനിക്കുന്നത് വൈയിലാണ്. അതിന് മുന്നേ ഒരു കോൺസണന്റ് സൗണ്ട് ഉണ്ട്, എം എന്ന കോൺസണന്റ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ വൈ സൗണ്ട് മാറ്റിയിട്ട് IES ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നാം, മങ്കി എന്ന് പറഞ്ഞ ഈ വേർഡ് അവസാനിക്കുന്നത് വൈയിലാണ്. പക്ഷേ ഇതിൻ്റെ പ്ലൂറൽ ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എസ് ആണ് ആഡ് ചെയ്തത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ റൂൾ എന്ന് പറയുന്നത് വൈ എന്ന കോൺസണന്റ് സൗണ്ടിൽ അവസാനിക്കുകയും അതിൻ്റെ തൊട്ട് മുന്നിൽ വവൽ സൗണ്ട് വരികയും ചെയ്താൽ അതിനോടൊപ്പം പ്ലൂറൽ സൗണ്ട് ഉണ്ടാക്കാൻ എസ് ആഡ് ചെയ്താൽ മതിയാവും. സോ ഇവിടെ ഒരു ബോക്സിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, കോൺസണന്റ് പ്ലസ് വൈ ഈസ് ഇക്വൽ ടു ആഡിങ് IES, വവൽ പ്ലസ് വൈ ഈസ് ഇക്വൽ ടു ആഡിങ് എസ്. അടുത്ത പോയിന്റ്, എഫ് എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന നൗണിൻ്റെ പ്ലൂറൽ ഫോം ഉണ്ടാക്കാൻ എഫ് മാറ്റി VES ചേർത്താൽ മതിയാകും. എക്സാമ്പിളായിട്ട് ലീഫ്, ലീവ്സ്. എഫ് മാറ്റിയിട്ട് VES ആഡ് ചെയ്യുന്നു. സോ അങ്ങനെയാണ് ഇതിൻ്റെ പ്ലൂറൽ ഫോം കിട്ടുന്നത്. അടുത്തതായി നൗണിനുള്ളിൽ വവൽ സൗണ്ട് ചേഞ്ച് ചെയ്തും പ്ലൂറൽ ഫോം ഉണ്ടാക്കാം. അതായത് ഫുഡ്, ഫീറ്റ്. ഇവിടെ എക്സാമ്പിൾ ഫുഡ്, ഫീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള വവൽ മാത്രമാണ് ചേഞ്ച് ആവുന്നത്. മാൻ, മെൻ. ഇതിനകത്ത് ആ സൗണ്ട് എ സൗണ്ടായിട്ട് മാറുന്നു. അങ്ങനെ വവൽ സൗണ്ട് ചേഞ്ച് ചെയ്തിട്ടും പ്ലൂറൽ ഫോം ഉണ്ടാക്കാം. അതുപോലെ കോമ്പൗണ്ട് നൗൺസിൻ്റെ ആദ്യ ഭാഗത്ത് എസ് ചേർത്ത് പ്ലൂറൽ ഫോം ഉണ്ടാക്കാം. അതേപോലെ തന്നെ കോമ്പൗണ്ട് നൗണിൻ്റെ അവസാന ഭാഗത്തും എസ് ചേർത്ത് പ്ലൂറൽ ഫോം ഉണ്ടാക്കാം. ഇവിടെ കോമ്പൗണ്ട് നൗണിൻ്റെ അവസാന ഭാഗത്ത് എസ് ചേർത്ത് ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞ വേർഡിൽ നമുക്ക് പ്ലൂറൽ ഫോം ഉണ്ടാക്കാം. ബ്ലാക്ക് ബോർഡ് എന്ന വേർഡിൽ ഇതൊരു കോമ്പൗണ്ട് വേർഡാണ്. ഇതിൻ്റെ അവസാന വേർഡിലാണ് എസ് ചേർത്തിട്ട് നമ്മൾ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്തിരിക്കുന്നത്, ബ്ലാക്ക് ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സിസ്റ്റർ ഇൻ ലോയിൽ ഇതിൻ്റെ ആദ്യത്തെ വാക്കിലാണ് എസ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോമ്പൗണ്ട് നൗൺ വരുമ്പോൾ ഒന്നുകിൽ ആദ്യത്തെ വേർഡിൽ നമ്മൾ എസ് ആഡ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ അവസാനത്തെ വേർഡിൽ എസ് ആഡ് ചെയ്താണ് പ്ലൂറൽ ഫോം ഉണ്ടാക്കുന്നത്. അടുത്തത്, ചില നൗൺസുകളിൽ സിംഗുലറും പ്ലൂറലും ഒരേ നൗൺ തന്നെയായിരിക്കും. അതായത് എക്സാമ്പിളായിട്ട് ഷീപ്പ്, ഷീപ്പ് എന്ന് തന്നെയാണ് പ്ലൂറലായിട്ട് പറയുന്നത്. ഡീർ, ഡീർ എന്ന് തന്നെയാണ് പ്ലൂറലായിട്ട് പറയുന്നത്. ചില നൗൺസുകൾ അതിൻ്റെ പ്ലൂറൽ ഫോം മാത്രമാണ് സെൻറ്റൻസിൽ ഉപയോഗിക്കാറുള്ളത്, സിംഗുലർ ഫോം യൂസ് ചെയ്യാറില്ല. അതായത് സിസേഴ്സ് എന്ന് പറയുന്നത് അതിന് 2 കാലുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റയായിട്ട് ഒരിക്കലും ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് അത് പ്ലൂറൽ ഫോമിലാണ് ആൾവേസ് ഉപയോഗിക്കുന്നത്. അതുപോലെ ജീൻസ്,
ജീൻസ് എന്ന് പറയുന്നത് പാൻസിൻ്റെ ആ ഒരു ഇതാണ്. അപ്പോൾ അതിൽ 2 കാലുകളുണ്ട് അല്ലേ. അപ്പോൾ അതൊരിക്കലും സിംഗുലറായിട്ട് ഉപയോഗിക്കാറില്ല, അത് പ്ലൂറലായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. 2 കാലുകളുള്ളത് കൊണ്ട് തന്നെ അത് പ്ലൂറലായിട്ട് തന്നെയാണ് ജീൻസ് എന്ന് തന്നെയാണ് പറയാറുള്ളത്. ചില നൗൺസുകൾ പ്ലൂറൽ രൂപത്തിലാണ് കാണപ്പെടുന്നത്, എന്നാൽ അവയെ സിംഗുലറായിട്ടാണ് കണക്കാക്കുന്നത്. എക്സാമ്പിൾ ന്യൂസ്, ഫിസിക്സ്. നമുക്ക് കാണുമ്പോൾ പ്ലൂറലായിട്ട് തന്നെയാണ് തോന്നുന്നത്, പക്ഷേ അതിനെ സിംഗുലറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അൺകൗണ്ടബിൾ നൗൺസിന് പ്ലൂറൽ ഫോം ഇല്ല. എക്സാമ്പിൾ ഷുഗർ, ബട്ടർ. അപ്പോൾ കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നൗൺസുകൾക്കൊന്നും പ്ലൂറൽ ഫോം ഇല്ല. അടുത്ത സെക്ഷനിൽ കൊടുത്തിട്ടുള്ളത് എക്സസൈസ് ആണ്. കംപ്ലീറ്റ് ദ ഗിവൺ സെൻറ്റൻസസ്, അതാണ് ടോപ്പിക്. അപ്പോൾ ഒരു സെൻറ്റൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ തരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ സെൻറ്റൻസ് ഒബ്സർവ് ചെയ്യുന്നതാണ്. എവിടെയാണ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്താണ് നമ്മളിവിടെ എഴുതേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒരു ഒബ്സർവേഷനാണ് കൊടുക്കേണ്ടത്. അല്ലാതെ അതിനകത്ത് ടെൻഷൻ അടിച്ച് കിടന്ന് ബഹളം വയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ എന്താണ് എഴുതി ചേർക്കേണ്ടതെന്ന്. മനസ്സ് റിലാക്സ് ആയിരുന്നിട്ട് വേണം അത് ചെയ്യാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ തെറ്റിപ്പറ്റിപ്പോവും. ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് 2 kinds of dash were used to make this bread. ബ്രാക്കറ്റിൽ വീറ്റ് കൊടുത്തിട്ടുണ്ട്, വീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസ് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവും 2 kinds of dash were. ഇവിടെ വെയർ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പുറത്ത് പ്ലൂറൽ ഫോം ആയിരിക്കും വരേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൽ പ്ലൂറൽ ഫോം ഏതാണെന്നാണ് ഇവിടെ നോക്കേണ്ടത്. വീറ്റ് കൊടുത്തിട്ടുണ്ട്, വീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. വീറ്റ്സ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് സാധാരണയായിട്ട് പ്ലൂറൽ ഫോം നമ്മുടെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. പക്ഷേ വീറ്റ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് തന്നെ അതിന് പ്ലൂറൽ ഫോം ഇല്ല, വീറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് വീറ്റാണ് വരുന്നത്. ഓക്കെ, ദ 2 kinds of wheat were used to make this bread. അതാണ് ആൻസർ, വീറ്റാണ് എൻ്റെ ആൻസർ. രണ്ടാമത്തെ സെൻറ്റൻസ്, അതായത് രണ്ടാമത്തെ എക്സസൈസ്, ഡാഷ് ആർ ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. അതായത് ബ്രാക്കറ്റിൽ ഓട്സ് കൊടുത്തിട്ടുണ്ട്, ഓട്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ 6 വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഷുവറായിട്ടും ഇപ്പോഴത്തെ പ്ലൂറൽ ഫോം തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ, ഓട്ട് എന്ന് പറയുന്നത് ചില സമയത്ത് കൗണ്ടബിളായി ഉപയോഗിക്കാറുണ്ട്. അതിനാൽ തന്നെ അവയുടെ പ്ലൂറൽ ഫോമായ ഓട്സ് ആണ് ഇവിടെ വരുന്നത്. കൗണ്ടബിളായിട്ട് ചില സമയങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്, അൺകൗണ്ടബിളായിട്ടും ഉപയോഗിക്കാറുണ്ട്. സോ അതുകൊണ്ട് ഓട്ടിൻ്റെ പ്ലൂറൽ ഫോമായ ഓട്സ് ആണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത് മൂന്നാമത്തെ എക്സസൈസ്, ദ കിച്ചൺ ഡാഷ് ആർ ഓൾവൈസ് ഇൻ ഹൈഡിങ്. ഇവിടെ ബ്രാക്കറ്റിൽ സിസർ കൊടുത്തിട്ടുണ്ട്, സിസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോർമലി നോക്കുമ്പോൾ 6 വരുന്നത്. അതുമാത്രമല്ല ഇവിടെ സിസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗുലർ നൗൺ ഇല്ല. എപ്പോഴും സിസേഴ്സ് എന്നാണ് പറയുന്നത്, പ്ലൂറൽ ഫോമിലാണ് വരുന്നത്. കാരണം സിസർ എന്ന് പറയുമ്പോൾ കത്രികയ്ക്ക് 2 കാലുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ അതെപ്പോഴും പ്ലൂറൽ ഫോമായിട്ടേ വരത്തുള്ളൂ, അതിന് സിംഗുലർ ഫോം ഇല്ല. ഓക്കെ, സോ ഇവിടെ 6 വന്നിരിക്കുന്നു. സോ ഇപ്പുറത്തിൻ്റെ പ്ലൂറൽ ഫോം തന്നെയാണ് വരേണ്ടത്. മാത്രമല്ല സിസേഴ്സിന് സിംഗുലർ ഫോം ഇല്ലേം താനും. അതുകൊണ്ട് കറക്റ്റ് ആൻസർ സിസേഴ്സ്. നാലാമത്തെ എക്സസൈസ്, ഐ ഡിസൈഡഡ് ടു ബൈ യെല്ലോ ഡാഷ്. സാധാരണയായിട്ട് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ആറോ ഈസോ വാസോ അങ്ങനെ ഒന്നും തന്നെയില്ല. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ജീൻസ്. നേരത്തെ സിസേഴ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ജീൻസ് എന്ന് പറഞ്ഞാൽ 2 കാലുകളുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് സിംഗുലർ ഫോം ഇല്ല, എപ്പോഴും പ്ലൂറൽ ഫോമായിട്ട് തന്നെയാണ് അത് നിൽക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് ജീൻസ്. അടുത്ത എക്സസൈസ് നമ്പർ 5 ആണ്. ദ ഡാഷ് വി റിസീവ്ഡ് വാസ് ഫോൾസ്. ബ്രാക്കറ്റിൽ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ നോക്കുമ്പോൾ വാസ് ആണ് വരുന്നത്. സോ നോർമലി ഇവിടെ സിംഗുലർ ഫോമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അതുകൊണ്ട് തന്നെ അതിന് പ്ലൂറൽ ഫോം ഇല്ല, ഇത് തെറ്റാണ്. സോ ഇത് ആണ് ഇപ്പുറത്ത്, ഇൻഫർമേഷൻ ആണ് ശരി. വാസ് ആണ്, അതിന് പ്ലൂറൽ ഫോം ഇല്ല അല്ലേ, നോർമലി ഇല്ല. അപ്പോൾ ഇൻഫർമേഷൻ തന്നെയാണ് ഇപ്പുറത്ത് വരാറുള്ളത്. അടുത്ത നമ്പർ 6 ആണ്. റാണി ഈസ് ഫ്രണ്ട്സ് വിത്ത് ബോത്ത് ഹെർ ഡാഷ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ബോത്ത് ഹെർ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഫ്രണ്ട്സുമാണ് ബോത്ത് ഹെറുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഉണ്ടെന്നറിയാം അല്ലേ.
സോ ഇവിടെ സിസ്റ്റർ ഇൻ ലോ, സിസ്റ്റേഴ്സ് ഇൻ ലോ, ഇവിടെ ബോത്ത് വന്നതുകൊണ്ട് തന്നെ ആൻസർ സിസ്റ്റേഴ്സ് ഇൻ ലോ, പ്ലൂറൽ ഫോം തന്നെയാണ് ഇവിടെ വരുന്നത്. സോ സിസ്റ്റേഴ്സ് ഇൻ ലോ. അടുത്തത് നമ്പർ 7, എ ഫാമിലി ഓഫ് ഡാഷ് ലീവ് അണ്ടർ മൈ കബോർഡ്. ബ്രാക്കറ്റിൽ മൗസ് കൊടുത്തിട്ടുണ്ട്, മൈസ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ എ ഫാമിലിയാണ് വന്നിട്ടുള്ളത്. ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു മെമ്പറല്ല, കൂടുതലുമുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു കളക്റ്റീവ് നൗണാണ്. സോ ഇവിടെ എന്തായിട്ട് വരും? അപ്പോൾ ഒരു മെമ്പർ അല്ല വരുന്നത്, ഒരു മൗസ് മാത്രമല്ല, ഒരു ഫാമിലി ഓഫ് മൗസ് ആണ് അല്ലേ. ഫാമിലി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മൈസ് ആണ് വരുന്നത്, കൂടുതലും, മോർ ദാൻ 1 മെമ്പർ. ഓക്കെ, അതുകൊണ്ട് ആൻസർ മൈസ്. അടുത്തത് എക്സസൈസ് നമ്പർ 8, ഡാഷ് ആർ ക്യൂട്ട് ആനിമൽസ്. ഇവിടെ ഷീപ്പ് കൊടുത്തിട്ടുണ്ട്, ലാമ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡബിൾ എൽ വരേണ്ടി വരും, ഇവിടെ ഒരു എല്ലേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, സോ ഇവിടെ നോക്കുമ്പോൾ 6 വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ആനിമൽസ് കൊടുത്തിട്ടുണ്ട്. സോ ഷുവറായിട്ടും ഇവിടെ എന്താ, ഒരു പ്ലൂറൽ ഫോം തന്നെയാണ് വരേണ്ടത്. ഇവിടെ ലാമയുടെ പ്ലൂറൽ ഫോം നമുക്കുണ്ട്, ലാമാസ് ഒന്നുണ്ട്. സോ ഇവിടെ ഷീപ്പിനാണ് എന്ത് പറയുന്നത്, ഇത് വരുന്നത്. അപ്പം ഷീപ്പിൻ്റെ സിംഗുലറും പ്ലൂറലും സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ ലാമാസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ലാമാസ് എഴുതായിരുന്നു. പക്ഷേ ഇവിടെ ലാമ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് ഏതാണ് വരുന്നത്, ഷീപ്പ് അല്ലേ. ഷീപ്പിന് സിംഗുലറും പ്ലൂറലും സെയിം തന്നെയാണ്. അതുകൊണ്ട് ഷീപ്പാണ് ആൻസർ. നെക്സ്റ്റ് എക്സസൈസ് നമ്പർ 9, ഷീ പുട്ട് ബോത്ത് ഹെർ ഡാഷ് അപ്പ് ഓൺ ദ ടേബിൾ. ഇവിടെ ബോത്താണ് വന്നിട്ടുള്ളത്, 2 പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഒരു കാലല്ല 2 ഫീറ്റ് വരും അല്ലേ, 2 ഇപ്പുറത്ത് വരും. സോ ബോത്ത് വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പ്ലൂറൽ ഫോമാണ് ഇവിടെ വരുന്നത്. ആൻസർ ഈസ് ഫീറ്റ്. നെക്സ്റ്റ് എക്സസൈസ് നമ്പർ 10, ദേ എയ്റ്റ് 2 ഡാഷ് ഓഫ് ബ്രെഡ്. ഇവിടെ ലോഫ് 2 ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ, 2 കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരെണ്ണമല്ല, LOAF എന്ന് പറഞ്ഞ ഒരെണ്ണമാണ്, ഇപ്പുറത്ത് 2 അല്ല. ഇത് സിംഗുലർ, ഇത് പ്ലൂറൽ. സോ ആൻസർ ഈസ് ലോവ്സ്. ഇവിടെ 2 വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നെക്സ്റ്റ് പ്ലൂറൽ ഫോമാണ് വരുന്നത്, ലോവ്സ്. അടുത്ത സെക്ഷൻ, കറക്റ്റ് ദ ഫോളോവിങ് സെൻറ്റൻസസ് ഇഫ് നെസസറി. അതായത് താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൽ കറക്ഷൻ ആവശ്യമാണെങ്കിൽ അത് ചെയ്യുക. അതിൽ ഫസ്റ്റ് വൺ, ഷി വാസ് സീയിങ് സ്നോസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹെർ ലൈഫ്സ്. ഇവിടെ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്നോസ് ആണ്. സ്നോസ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗണാണ്. അതുകൊണ്ട് തന്നെ അതിന് പ്ലൂറൽ ഫോം ഇല്ല. ഇവിടെ സ്നോസ് എന്ന് വരില്ല, സ്നോ എന്ന് തന്നെയാണ്. അപ്പോൾ എൻ്റെ ആൻസർ സ്നോ. രണ്ടാമത്തത്, മനു അറേഞ്ച്ഡ് ദ കപ്സസസ് ആൻഡ് സോസേഴ്സ് ഓൺ ദ ട്രീ. കേൾക്കുമ്പോൾ തന്നെ അറിയാം കപ്പിൻ്റെ പ്ലൂറൽ ഫോം എന്നുള്ളത് കപ്സസസ് അല്ല, ഇറ്റ്സ് കപ്സ്. ആൻഡ് സോസറിൻ്റെ പ്ലൂറൽ ഫോം സോസേഴ്സ് എന്ന് തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ കപ്സ് ആൻഡ് സോസേഴ്സ്. ദ ന്യൂ കരിക്കുലംസ് ലുക്ക് വെരി ഇൻട്രസ്റ്റിംഗ്. കേൾക്കുമ്പോൾ തന്നെ അറിയാം കരിക്കുലം എന്നതിൻ്റെ പ്ലൂറൽ ഫോം, ഈ കരിക്കുലം എന്നതിൻ്റെ പ്ലൂറൽ ഫോം കരിക്കുലംസ് എന്നല്ല, അതിൻ്റെ പ്ലൂറൽ ഫോം കരിക്കുല എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് വരേണ്ടത്, കരിക്കുലം അല്ലേ. അതായത് അപ്പോൾ ഇപ്പുറത്ത് ഇത് സിംഗുലറായിട്ടാണ് വരുന്നത്. കരിക്കുലം എന്ന് പറയുന്നത് സിംഗുലറാണ്, അതിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് കരിക്കുലയാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, കരിക്കുലമാണ് വരുന്നത്. ഇപ്പുറത്ത് വെർബ് കണക്ട് ചെയ്ത് വരുമ്പോൾ എസ്സും കൂടെ വരും. അതായത് സിംഗുലറിന് എസ് ആഡ് ചെയ്ത് വരുന്ന വെർബ്സാണ് വരുന്നത്. നാലാമത്തത്, കമലാദാസ് റോട്ട് എക്സലൻറ്റ് പോയട്രീസ്. ഇവിടെ പോയട്രി എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എൻ ആർട്ട് ഓഫ് റൈറ്റിംഗ് റിഥമാണ്. സോ അതായത് ഒരു താളത്തിൽ എഴുതുന്ന റൈറ്റിങ്സ് ആണ് പോയട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പോയട്രി എപ്പോഴും അബ്സ്ട്രാക്റ്റ് നൗണിലോട്ടോട്ടാണ് പോകുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ അബ്സ്ട്രാക്റ്റ് നൗൺസും ഏതാണ്, അൺകൗണ്ടബിൾ ആണ്. സോ പോയട്രി ഈസ് എൻ അൺകൗണ്ടബിൾ നൗൺ. അൺകൗണ്ടബിൾ നൗൺ ആയതുകൊണ്ട് തന്നെ പോയട്രിക്ക് പ്ലൂറൽ ഫോം ഇല്ല. അപ്പോൾ പോയട്രി ആയിട്ട് തന്നെ നിൽക്കും, പോയട്രീസ് അല്ല. സോ ഹിയർ പോയട്രീസ് അല്ല, പോയട്രി. അടുത്ത നമ്പർ 6, ദ സിനോപ്സിസസ് ഓഫ് എസ്സേസ് ആർ ഗിവൺ ഇൻ ദ ലാസ്റ്റ് പേജ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എസ്സേസ് ആണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ പ്ലൂറൽ ഫോമാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ സിനോപ്സിസസ് എന്നുള്ള ഒരു ടേം ഇല്ല, നമുക്ക് സിനോപ്സിസ് അഥവാ സിനോപ്സിസ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സിനോപ്സിസ് എന്ന ഒരു ടേമിന്, ഒരു സിനോപ്സിസ് എന്ന് പറഞ്ഞ ആ ടേമിന് പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് സിനോപ്സിസ് ആണ്. ഓക്കെ, സിനോപ്സിസ്, അതാണ് എൻ്റെ പ്ലൂറൽ ഫോം. നെക്സ്റ്റ് 7th വൺ,
മൈ ന്യൂ ട്രൗസർ ആർ വെരി ഫങ്കി. കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ആറാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്ലൂറൽ ഫോമാണ് വരേണ്ടത് അല്ലേ. ട്രൗസർ എന്ന് പറയുന്നത് ഒരു സിംഗുലാർ ഫോം ഇല്ല, അതെപ്പോഴും പ്ലൂറൽ ഫോമിലാണ് നിൽക്കേണ്ടത്. സോ ട്രൗസേഴ്സ്. ഓക്കെ, അപ്പോൾ ട്രൗസേഴ്സ് എന്ന് തന്നെയാണ് എപ്പോഴും പറയുന്നത്, അതിനൊരു സിംഗുലാർ ഫോം ഇല്ല. സോ ഇവിടെ എന്താണ്, ട്രൗസർ മാറ്റിയിട്ട് ട്രൗസേഴ്സ് എന്നാണ് കൊടുക്കേണ്ടത്. 8th one, there were new leaves on the plant. നമുക്കറിയാം ലീഫിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് ലീവ്സ് ആണ്. കാരണം LEAF നമ്മൾ റൂൾ പഠിച്ചിട്ടുണ്ട്, അവസാനം എഫ് വരുന്ന നൗൺസിന് എന്ത് ചെയ്യണം, എഫ് എന്ന് പറയുന്ന അക്ഷരം മാറ്റിയിട്ട് VES ആഡ് ചെയ്യുക അതിൻ്റെ പ്ലൂറൽ ഫോം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ ആ റൂളാണ് ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സോ ഇവിടെ വേറും കൂടെ വന്നിട്ടുണ്ട്, ഇവിടെ വേർ വന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പ്ലൂറൽ ഫോമാണ് വരുന്നത്. പ്ലൂറൽ ഫോം ഇവിടെ LEAF എഫ് വന്നതുകൊണ്ട് എഫിനെ കട്ട് ചെയ്തിട്ട് VES ആഡ് ചെയ്യുന്നുണ്ട്. Okay, so there were new leaves on the plant. At the 9th one, the knives were kept in a drawer under the counter. നമുക്കറിയാം വേറാണ് വന്നിട്ടുള്ളത്, സോ ഇവിടെ പ്ലൂറൽ ഫോമാണ് വരേണ്ടത് നൈഫ്സ്. അപ്പോൾ നൈഫ്സിൻ്റെ ആ ഒരു അവസാനം നൈഫ് എന്ന് പറയുമ്പോൾ അവസാന സൗണ്ട് എഫ് ആണ് വരുന്നത് അല്ലേ, എഫ് സൗണ്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ എഫിനെ കട്ട് ചെയ്തിട്ട് പ്ലൂറൽ ഫോം ഉണ്ടാക്കാൻ VES ആണ് ചേർക്കേണ്ടത്, അല്ലാതെ ES അല്ല. അത് നമ്മൾ നേരത്തെ പഠിച്ച റൂൾ സെയിം ആപ്ലിക്കബിൾ ആണ് ഇവിടെയും. നൈഫ് എന്ന് പറയുന്നത് എഫിൽ അവസാനിക്കുന്നു, അതുകൊണ്ട് തന്നെ എഫിനെ കട്ട് ചെയ്തിട്ട് VES ആഡ് ചെയ്തിട്ടാണ് പ്ലൂറൽ ഫോം ഉണ്ടാക്കേണ്ടത്. സോ നൈഫ്, നൈവ്സ്. ലാസ്റ്റ് വൺ, മൈ ലിറ്റിൽ ബ്രദർ ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഹിസ് ടൂത്ത്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ടൂത്ത്സിൻ്റെ, അതായത് ടൂത്ത് എന്നതിൻ്റെ പ്ലൂറൽ ഫോം ടൂത്ത്സ് അല്ല, എസ് ചേർത്തിട്ടല്ല നമ്മളതിൻ്റെ പ്ലൂറൽ ഫോം ഉണ്ടാക്കുന്നത്, ഇവിടുത്തെ വവൽ സൗണ്ടിനെ മാറ്റിയിട്ടാണ്. ടൂത്ത്സ് എന്ന് പറയുന്നതിൻ്റെ രണ്ട് ഇടയ്ക്കുള്ള ആ വവൽ സൗണ്ട് മാറ്റിയിട്ട് ഈ സൗണ്ട് കയറ്റിയിട്ടുമാണ് ചെയ്യുന്നത്. അപ്പോൾ ടൂത്ത്സ് എന്നതിൻ്റെ പ്ലൂറൽ ഫോം ടീത്ത്. അപ്പോൾ ഇവിടെ വവൽ ചേഞ്ചാണ് മാറുന്നത്, വവലാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ ടീത്ത്. ഇത്രയാണ് നമ്മുടെ എക്സസൈസ്. സോ താങ്ക് യു.